നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. പുലിക്കളിക്കെതിരായി നടൻ വി കെ ശ്രീരാമൻ നടത്തിയ പരാമർശത്തിൽ വ്യാപക വിമർശനം. ചേർപ്പ് പാറേക്കോവിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് തിരയടി ശബ്ദമുയർന്നത് ആശങ്കയ്ക്കിടയാക്കി. എരുമപ്പെട്ടി പഴവൂരിൽ ആടുമോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി. തീരദേശത്ത് അപൂർവമായി വിളയുന്ന കംബോഡിയൻ മുന്തിരി നട്ടുവളർത്തി ശ്രദ്ധേയനാവുകയാണ് അബ്ദുൾ നാസർ. ഓൺലൈൻ പ്രസ് ക്ലബ് ഓഫ് കേരള തൃശൂർ ജില്ലയിലെ മെമ്പർമാർക്കുള്ള ID കാർഡ് സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി അറിയാം. പുലിക്കളിക്കെതിരായി നടൻ വി കെ ശ്രീരാമൻ നടത്തിയ പരാമർശത്തിൽ വ്യാപക വിമർശനം. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണെന്നും ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസവുമാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം ഒരു കലാവൈകൃതം ഉണ്ടാവില്ലെന്നും ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു ഭാരതീയ കലയാണെന്നും നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന് ഈ കുംഭകുലുക്കി കളിയെപ്പറ്റി പരാമർശമുണ്ടെന്ന് സുബ്രത് സ്വാമി പറയുന്നുണ്ടെന്ന് ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചിട്ടുണ്ട്. ശ്രീരാമന്റെ പോസ്റ്റിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. പുലിക്കളി സംഘങ്ങൾ ശ്രീരാമനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പുലിക്കളി പലർക്കും ജീവിതമാർഗമാണെന്നും സിനിമയിൽ കഥാപാത്രത്തിനു വേണ്ടി തടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന താരങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുമെല്ലാം കമന്റിൽ ചോദിച്ചിട്ടുണ്ട്. സിനിമയിൽ അശ്ലീലം പറഞ്ഞ് ജീവിക്കുന്നവരെ കാണുമ്പോൾ ഈ ഓക്കാനം വരില്ലേ എന്നും ചിലർ ചോദിച്ചിട്ടുണ്ട്. വി കെ ശ്രീരാമൻ പരസ്യമായി മാപ്പ് പറയണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നും പുലിക്കളി സംഘങ്ങൾ ആവശ്യപ്പെട്ടു. പുലിക്കളിയിൽ പങ്കെടുക്കുന്ന 9 സംഘാടക സമിതികളും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നതായും അവരുടെ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞു. ചേർപ്പ് പാറേക്കോവിൽ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് തിരയടി ശബ്ദം ഉയർന്നത് ആശങ്കയ്ക്കിടയാക്കി. സംഭവത്തിന് പിന്നാലെ കിണർ വെള്ളത്തിന് നീലനിറം. സാമൂഹ്യ പ്രവർത്തകൻ പ്രദീപ് വലിയങ്ങോട്ടിലിന്റെ പാറക്കോവിലുള്ള വീട്ടുകിണറ്റിലാണ് തിരയടി ശബ്ദം കേട്ടത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. തിരയടിക്കുന്നതിന് സമാനമെന്നോണം വലിയ ശബ്ദത്തിൽ തിരയടി ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. 50 വർഷത്തോളം പഴക്കമുള്ളതാണ് കിണർ. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ കിണറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് രാവിലെ നോക്കിയപ്പോഴാണ് കിണർ വെള്ളത്തിന് നീലനിറം വന്നതായി കണ്ടതെന്ന് പ്രദീപ് വെളിയങ്ങോട്ട് പറയുന്നു. മുൻപ് മാവൂർ, താമരശ്ശേരി, തൃശൂർ, വരവൂർ എന്നിവിടങ്ങളിൽ സമാനമായ രീതിയിൽ കിണറുകളിൽ വെള്ളം തിരയടിക്കുന്ന ശബ്ദവും നിറമാറ്റവും ഉണ്ടായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എരുമപ്പെട്ടി പഴവൂരിൽ ആടുമോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി. പഴവൂർ പുത്തൻ പീടികയിൽ സാദിഖിന്റെ ഫാമിലെ ആടുകളെ മോഷ്ടിക്കുവാനെത്തിയ 4 പേരാണ് പിടിയിലായത്. ഒറ്റപ്പാലം സ്വദേശി നസീറും ഇയാളുടെ മകൻ ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അറവശാല നടത്തുന്ന സാദിഖിന്റെ ഫാമിൽ നിന്നാണ് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയത്. വാഹനത്തിൽ ആടുകളെ കയറ്റുന്നതിനിടയിൽ ശബ്ദം കേട്ട് അയൽവാസി വാഹനം തടഞ്ഞ് സാദിഖിനെയും നാട്ടുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനിടയിൽ പ്രതികൾ തൊട്ടടുത്തുള്ള കാടിനുള്ളിലേക്ക് കയറി. തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പുലർച്ചെ 5 മണിയോടെയാണ് ഇവരെ കണ്ടെത്തിയത്. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ വനത്തിലെ പാറക്കൂട്ടത്തിന് മുകളിൽ പ്രതികൾ കിടന്നുറങ്ങുകയായിരുന്നു. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. തീരദേശത്ത് അപൂർവമായി വിളയുന്ന കംബോഡിയൻ മുന്തിരി നട്ടുവളർത്തി ശ്രദ്ധേയനാവുകയാണ് കയ്പമംഗലം സ്വദേശി അബ്ദുൾ നാസർ. വെറും 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ ചെടികളാണ് നാസർ പരിപാലിക്കുന്നത്. കാർക്കാതിരുത്തി ബ്രദർ പള്ളിക്ക് സമീപം കറുപ്പമീടിൽ അബ്ദുൾ നാസറിന്റെ വീട്ടുമുറ്റത്തും മട്ടുപാവിലും വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സമൃദ്ധമായി വിളയുന്നു. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ 2 കംബോഡിയൻ മുന്തിരി തൈകളാണ് നാസർ വീട്ടുമുറ്റത്ത് നട്ടത്. എന്നാൽ 1 വർഷത്തോളം കഴിഞ്ഞിട്ടും തൈകളിൽ കായ്ഫലം ഉണ്ടായില്ല. ഇതിനിടെ ചെടി വാടിപ്പോവുകയും ചെയ്തു. കൃഷി അവസാനിച്ചെന്ന് കരുതിയിരിക്കെയാണ് ഉണങ്ങിയ ചെടിയിൽ നിന്ന് ഏകദേശം 5 മാസം മുൻപ് പുതിയ തളിരുകൾ പൊട്ടി വന്നത്. പിന്നീട് അതിവേഗം വളർന്ന ചെടി മട്ടുപ്പാവിലേക്ക് പടർന്ന് പന്തലായി. ഇപ്പോൾ വള്ളിയിൽ നിറയെ മുന്തിരിക്കുലകൾ കായ്ച്ചു നിൽക്കുകയാണ്. 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാകുമെന്ന് നാസർ പറയുന്നു. മുന്തിരിക്കൊപ്പം വിദേശ പഴവർഗ്ഗങ്ങളോടും നാസറിന് പ്രത്യേക താല്പര്യമുണ്ട്. സഹോദരൻ അബ്ദുൾ ഹക്കീമും സുഹൃത്ത് മുഹമ്മദ് റാഫിയും ചേർന്ന് കർണാടകയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും നടത്തുന്നുണ്ട്.
വീട്ടുവളപ്പിലെ ചെറിയ ഇടം പോലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത കൃഷിരീതികൾ പരിപാലിക്കുന്ന നാസറിന്റെ കൃഷിയിടം തീരദേശത്തെ കർഷകർക്ക് വേറിട്ട മാതൃകയാണ്. കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ഗ്രാമപഞ്ചായത്ത് നാസറിനെ ആദരിച്ചിരുന്നു. ഓൺലൈൻ പ്രസ് ക്ലബ് ഓഫ് കേരള തൃശൂർ ജില്ലയിലെ മെമ്പർമാർക്കുള്ള ID കാർഡ് സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം തൃശൂർ ബിനി ഹെറിറ്റേജിൽ സംഘടിപ്പിച്ചു. മാധ്യമരംഗത്ത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ കാഴ്ചവെക്കുന്ന മുന്നേറ്റങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും വാർത്തകൾ റീച്ചിനു വേണ്ടിയല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ളതാകണമെന്നും മുതിർന്ന പത്രപ്രവർത്തകനായ ജോർജ് കൊടിപ്പാറ പറഞ്ഞു. ഓൺലൈൻ പ്രസ് ക്ലബ് ഓഫ് കേരളയുടെ തൃശൂർ ജില്ലയിലെ അംഗങ്ങൾക്കുള്ള ID കാർഡ് സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളികളുടെ പുതുവത്സര ദിനമായ ചിങ്ങം 1 തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃശൂർ ബിനി ഹെറിറ്റേജ് ഹോട്ടലിൽ വെച്ചാണ് ID കാർഡ് വിതരണം നിർവഹിച്ചത്. ഓൺലൈൻ പ്രസ് ക്ലബ് ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് ജോയ് ഡാനിയേൽ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AT സ്റ്റെയിൻസ്, സംസ്ഥാന ട്രഷറർ ശങ്കരനാരായണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി TK സനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MMA റസാഖ് സ്വാഗത പ്രസംഗവും ജില്ലാ ട്രഷറർ ഷാജി പൊന്നേമ്പാറ നന്ദിയും രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 395 രൂപ കൂടി ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. പുലിക്കളിക്കെതിരായി നടൻ VK ശ്രീരാമൻ നടത്തിയ പരാമർശത്തിൽ വ്യാപക വിമർശനം. ചേർപ്പ് പാറേക്കോവിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് തിരയടി ശബ്ദമുയർന്നത് ആശങ്കയ്ക്കിടയാക്കി. എരുമപ്പെട്ടി പഴവൂരിൽ ആടുമോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി. തീരദേശത്ത് അപൂർവമായി വിളയുന്ന കംബോഡിയൻ മുന്തിരി നട്ടുവളർത്തി ശ്രദ്ധേയനാവുകയാണ് അബ്ദുൾ നാസർ. ഓൺലൈൻ പ്രസ് ക്ലബ് ഓഫ് കേരള തൃശൂർ ജില്ലയിലെ മെമ്പർമാർക്കുള്ള ID കാർഡ് സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.